ഹായ് വെൽക്കം ബാക്ക് ടു എക്സസ് സ്കിൽ കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു യൂസ് ഇൻഡയറക്റ്റ് ഫോർമുല ഫോർ റിപ്പോർട്ട് ക്രിയേഷൻ. പലപ്പോഴും റിപ്പോർട്ട് ക്രിയേഷനിലൊക്കെ നമുക്ക് ഇൻഡയറക്റ്റ് ഫോർമുല എങ്ങനെ ഉപയോഗിക്കാൻ കൂടി പഠിക്കും. ഇതൊരു ഡാറ്റാബേസ് ആണ്. ഇത് ഡാറ്റാബേസിൽ നമുക്ക് നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റിലെ സൈസ് ആണ്, ഡിവിഷൻ വൈസ്, മന്ത് വൈസും വന്നുണ്ട്. ഇത് നമുക്കൊരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാം എങ്ങനെ, ബിക്കോസ് ഓരോ മന്ത് വൈസ്, ഓരോ ഈ ഡിവിഷൻ വൈസ് സൈസ് വേണം, ഓരോ മന്ത് വൈസ് സൈസ് വേണം. അത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡിവിഷനെ മൊത്തം സെലക്ട് ചെയ്തിട്ട് നെയിം ബോക്സിൽ വന്നിട്ട് ഡിവിഷനുമായിട്ടൊരു നെയിം ക്രിയേറ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ നമുക്ക് മന്ത് വൈസിന് വന്നിട്ട് മന്ത് സെലക്ട് ചെയ്തിട്ട് മന്ത് റേഞ്ച് ഫുൾ സെലക്ട് ചെയ്യാം, മന്ത് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് രണ്ട് ഡിവിഷനായി. ഇവിടെ നമുക്ക് ഡാറ്റ വാലിഡേഷൻ ത്രൂ നമ്മൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കണം. കാരണം നമ്മൾ റിപ്പോർട്ടിംഗ് സെക്ഷനൊക്കെ വേണ്ടി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉപയോഗിക്കാം. നമുക്ക് ഇവിടെ അലോ ലിസ്റ്റിൽ വന്നിട്ട് ഇവിടെ F3 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നെയിം മാനേജറിൽ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം കിട്ടും. നമുക്കിവിടെ ഡിവിഷൻ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഓരോ ഡിവിഷൻ സെലക്ട് ചെയ്യാൻ സാധിക്കും. നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ് ഒക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ തന്നെ മന്തിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് വേണ്ടത് മന്ത് വൈസും അതേപോലെ തന്നെ ഡിവിഷൻ വൈസ് സൈസാണ് വേണ്ടത്. ആ മന്തിന് ഇതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ F3 ടൈപ്പ് ചെയ്യുക, ഓട്ടോമാറ്റിക് മന്ത് സെലക്ട് ആവും. ഇവിടെ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് രണ്ട് ഏരിയ സെലക്ട് ആയി. ഇനി ഇതിൻ്റെ സം കിട്ടണം. ദാറ്റ് മീൻസ് മന്തിൻ്റെയും ജനുവരി സം ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യുമ്പോൾ കിട്ടണമെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ ഇത്രയും ഫുൾ ഡാറ്റ സെലക്ട് ചെയ്തിട്ട് നെയിം മാനേജർ ക്രിയേറ്റ് ചെയ്യാണ്. ഈ നെയിം മാനേജർ ക്രിയേറ്റ് ചെയ്യാൻ ഫോർമുലസിൽ വന്ന് നമ്മൾ നെയിം മാനേജർ ഓപ്ഷനിൽ ക്രിയേറ്റ് ഫ്രം സെലക്ഷനിൽ ടോപ്പ് റോം ലെഫ്റ്റ് കോളം സെലക്ട് ചെയ്യുക. ഇവിടെ ഓക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ രണ്ട് നെയിം മാനേജർ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് നോർത്ത് ഡിവിഷൻ വൈസ് ആയിട്ട് മന്ത് വൈസ് ആയിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ സം ഫോർമുല ഏതാണ്, ഇൻഡയറക്റ്റ് ഫോർമുല ഉപയോഗിച്ചിട്ട് സം ബ്രാക്കറ്റ് ഓപ്പൺ ഇൻഡയറക്റ്റ് ഫോർമുല കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതിൻ്റെ ഒറിജിനൽ അവിടെ എന്താണോ അത് സെലക്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് K5, സെൽ K5 ആണെങ്കിൽ ഇവിടെ നോർത്താണ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മന്ത് വൈസ് സെയിൽ കിട്ടി. ഇനി ഇവിടെ ഡ്രോപ്പ് ഡൗൺ ചെയ്യും തോറും നമുക്ക് കാണാം ഇപ്പോൾ നോർത്തിലെ സെയിൽ 59,550 ആണ്. ഇതേപോലെ തന്നെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഞാൻ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ജനുവരിയിലും സെയിം ഡാറ്റ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇൻഡയറക്റ്റ് ഫോർമുലയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ജനുവരി സെയിൽ സെലക്ട് ചെയ്താലും 12,575 ആണ്. ഇവിടെ ഞാൻ ഏരിയ വൈസ് ചേഞ്ച് ചെയ്യണോ അല്ലെങ്കിൽ മന്ത് വൈസ് ചേഞ്ച് ചെയ്താലും എൻ്റെ ടോട്ടൽ എമൗണ്ട് ഇവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. റിപ്പോർട്ട് ക്രിയേഷനിലൊക്കെ നമുക്ക് വളരെ ക്വിക്കായിട്ട് തന്നെ അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ തന്നെ അടുത്തൊരു ഓപ്ഷൻ വരുന്നത് സ്പെസിഫൈ സെൽ. എന്നിട്ട് എക്സാമ്പിൾ എനിക്കിപ്പോൾ സ്പെസിഫൈ ചെയ്തിട്ട് ഒരു ഏരിയ വൈസ് സെയിൽ വേണം. ദാറ്റ് മീൻസ് വെസ്റ്റിൽ മെയിൽ എത്ര സെയിൽ ഉണ്ടായി, ഇങ്ങനെയുള്ള ഓപ്ഷൻ കണ്ടെത്താൻ നമുക്ക് ഇൻഡയറക്റ്റ് ഫോർമുല ഉപയോഗിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. പലരും ഉപയോഗിക്കാത്തൊരു സാധ്യതയുള്ള ഓപ്ഷൻ കൂടിയാണിത്. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ലിങ്ക് കൊടുക്കുകയാണ്. ഈക്വൽ ടു ഇൻഡയറക്റ്റ് ഫോർമുല ടൈപ്പ് ചെയ്ത് ഇൻഡയറക്റ്റ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഏരിയ സെലക്ട് വെസ്റ്റ് ആണ്. വെസ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സ്പേസ് കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾ സ്പേസ് ഇട്ട് കൊടുത്ത് വെച്ചിട്ട് വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇൻഡയറക്റ്റ് ടൈപ്പ് ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഓഗസ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വെസ്റ്റിലോ ഓഗസ്റ്റിലെ സെയിൽ എത്ര ഉണ്ടായിരുന്നു അത് സ്പെസിഫൈ ചെയ്ത് ഇവിടെ കാണിക്കും. 2568 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 2568 ആയി. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ഓട്ടോമാറ്റിക് റീജിയൻസ് ചേഞ്ച് ചെയ്യുമ്പോഴും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇവിടെ എമൗണ്ട് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ നോർത്തിലോ ഓഗസ്റ്റ് സെയിൽ എത്ര ഉണ്ടായിരുന്നോ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് ഓട്ടോമാറ്റിക് കിട്ടും. ഇവിടെ നമുക്ക് 9,588 കിട്ടി, 588 കിട്ടി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ഇനി ഇതിനെ നമ്മളൊരു റിപ്പോർട്ട് ക്രിയേഷനിലേക്ക്, കാരണം ഇത് നമ്മൾ സ്പെസിഫൈ ചെയ്യണത് കൂടുതലും ഡാഷ്ബോർഡ് റിപ്പോർട്ടിലോ അല്ലെങ്കിൽ കൊടുക്കുന്ന മന്ത്ലി റിപ്പോർട്ടിലോ ഒരു MIS റിപ്പോർട്ടിംഗ് ആണ് കൂടുതലും നമ്മൾ ഇൻഡയറക്റ്റ് ഫോർമുല ഉപയോഗിക്കാറ്. ഇത് നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. ഇതുപോലെ വ്യൂവിൽ വന്ന് ഗ്രിഡ് ലൈൻസ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വിക്ക് റിപ്പോർട്ട് റീഡിങ്ങിലേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. സോ ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്ന ഓപ്ഷനാണ് ഇൻഡയറക്റ്റ് ഫോർമുല. ഒരുപാട് ടൈം സേവിങ് കൂടിയാണ് നമുക്ക്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.